ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് കായലിലേക്ക് പോകാം. 24,000-ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം കന്നിട്ട 8 വരെ ആയുള്ളു. കന്നിട്ട് ഇറങ്ങി ചായ കുടിയൊക്കെ കഴിഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുറംകായൽ വഴിയായിരിക്കും പോകണം. പുറംകായൽ വഴി എന്ന് പറയുമ്പോൾ അങ്ങനെ പോകണം. ഇത് അകന്തോട് വഴി. ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോൾ കനിട്ടേന്ന് വള്ളം വീഴും. അപ്പോൾ നമ്മളിതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ പുഞ്ചിരി ചെട്ടി ആകാറായിട്ടുണ്ട്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അങ്ങേ അറ്റം കേട്ടോ. അപ്പം നമ്മുടെ വള്ളംകളി മാറ്റി വെച്ചിട്ട് ഇപ്പോഴും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. എന്നത്തേക്ക് നടക്കുമെന്നൊന്നും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കക്കാവാരിയത്തും വരുവാ കേട്ടോ. അങ്ങനെ നമ്മൾ മാസങ്ങളോളം കൂടി നമ്മൾ വേമ്പനാട്ട് കായൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. നോക്കിക്കുക, വേമ്പനാട്ട് കായലിൻ്റെ ഒരു വ്യൂ നോക്കിക്കുക. പാതിരാമണല്ലേ, എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ മേല. അവിടെ ആ ഒരു JCB ഗിൽറ്റാജ് മറ്റേ കട്ട കോരുന്ന മിഷൻ കിടക്കുന്ന നേരെ കുറേ മങ്ങിക്കാണുന്നു. അതാണ് നമ്മുടെ പാതിരാമണൽ കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു 40 മിനിറ്റത്തെ ഓട്ടമേ ഉള്ളൂ പാതിരാമണലിലേക്ക്. ഈ ആറ്റുമുഖത്തിൽ നിന്ന് നമ്മൾ ആറ്റുമുഖം വരെ വരാനായിട്ട് നമുക്ക് 40 മിനിറ്റ് എടുക്കും. പള്ളാത്തുരുത്തിയിൽ നിന്ന് വരാൻ നേരത്ത് ഇവിടം വരെ വരുന്നതിന് 40 മിനിറ്റ്. ഇവിടുന്ന് പാതിരാമണലിലേക്ക് നമുക്ക് 40 മിനിറ്റ് ഓട്ടം. രാവിലെ തന്നെ കായൽ എന്തുവാ പറയുന്ന, കാറ്റ് വന്ന ശേഷം നമുക്ക് ഭയങ്കര ഓളോ. നോക്കി ഒരു 11 മണിയൊക്കെ കഴിയാൻ നേരത്ത് നമുക്ക് ഈ കായലിക്കട വരവ് ഇതിൽ കട്ട വരും. കാരണം കടലിൽ തിരയടിച്ചത് കണക്ക് അടിക്കും. ഇപ്പം തന്നെ അതെ നോക്കിയാൽ ഞാൻ നനഞ്ഞത് കണ്ടത്. മുണ്ട് മൊത്തം ഉണ്ട്. ഇരിക്കുന്ന സ്ഥലം മൊത്തം നനഞ്ഞു. അതേക്കണക്ക് അത് ശക്തിയായിട്ട് നല്ല ഇതുണ്ട് വരുന്നുണ്ട്. ആഴ്ച അത് നമ്മുടെ മാർത്താണ്ഡ തോട കേട്ടോ. ഇത് C ബ്ലോക്ക് കായൽ, അത് മാർത്താണ്ഡ കായൽ. അപ്പം ഇതിൻ്റെ നടുക്കൂടുള്ള ആറുക്കടയാണ് നമ്മളിപ്പം 24-ലേക്ക് പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ട്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് വല വെക്കാൻ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ വെക്കും കേട്ടോ. 24,000 പോണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വല വെക്കാൻ എവിടെയെങ്കിലും അവസരമുണ്ട്. അത് നോക്കിക്കേ, കക്കയുമായിട്ടാണ് കക്ക ലോഡുണ്ട് അതിൻ്റെ അത്. ആ ലോഡുമായിട്ടാണ് ഈ തിരക്കട പോടാം. ഇതിൽ അക്കരക്കാരും പോകണമല്ല. അതൊക്കെ വലിയ റിസ്ക്. ഇപ്പം തന്നെ ഒന്നും ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത് വേണ്ട നനഞ്ഞ് കുളിക്കുക. വെള്ളം വരുന്ന വേണ്ട.
നമ്മൾ ഈ കായലിന് നമ്മുടെ തോട്ടിലേക്ക് നമ്മുടെ ആറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഓളം കാണത്തില്ല കേട്ടോ. നമ്മുടെ ആറ്റിലേക്ക് മാറി കാണത്തില്ല. ഇതിപ്പോൾ ഈ കായലായതുകൊണ്ടുള്ള ഒരിതേ ഉള്ളൂ, വെള്ളം ഒഴിച്ച് കയറുന്നത്. എന്താ ഇങ്ങനെ തിരയുള്ള സമയത്ത് വള്ളത്തെ ഒരു വട്ടമെങ്കിലും ഇരുന്നൊന്ന് പോയി നോക്കണം കേട്ടോ. കായൽ വഴി ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി നോക്കണം. നല്ല രസമാണ്. നിങ്ങൾക്ക് നല്ല രസമായിരിക്കാം, പക്ഷേ നമുക്ക് ഈ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗിയോ ഒന്നും ആസ്വദിക്കാനുള്ള ഇതില്ല. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 365 ദിവസം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു വൈബായിട്ട് തോന്നത്തില്ല. കാണുന്നത് നിങ്ങൾക്ക് ഒരിതായിരിക്കും. കാരണം എവിടെ നോക്കിയാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക. അതൊക്കെ മാർത്താണ്ഡം കായലാണ്. ഈ വണ്ടിനപ്പുറം കാണുന്ന മാർത്താണ്ഡം കായൽ, അതെല്ലാം വെള്ളം കയറ്റിയിട്ടിരിക്കുക, കാണാമോ? അതേ കണക്കാണ് ഈ വണ്ടിൻ്റെ പുറകിലും സി ബ്ലോക്ക് അതും വെള്ളം കയറ്റിയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഒരു മാസം കഴിഞ്ഞ്, അതായത് ഒരു ചിങ്ങം 5-നൊക്കെ ആകുമ്പം ഈ പാടത്തിനകത്ത് വെള്ളം പറ്റിക്കാൻ തുടങ്ങും. അപ്പം ചിങ്ങം, കന്നി, തുലാത്തിലായിരിക്കും വിത നടക്കുന്നത്. അതായത് നമ്മൾ നെൽകൃഷിക്ക് വേണ്ടിയുള്ള വിത്ത് പാകുന്നത് തുലാത്തിലാണ്. അത് തുലാമഴയൊക്കെ കിട്ടാനായിട്ട് നല്ല ഇതാണ്. അപ്പം ഈ ചിങ്ങം തുടക്കം മുതൽ കായലിലെ എല്ലാ കായലും, അതായത് റാണി, മാർത്താണ്ഡ, സി ബ്ലോക്ക്, 6000, മൂല 6000, തെക്കേ 6000, വടക്കേ 6000, എന്തുവാ ഇവിടെയുള്ള കായൽ കംപ്ലീറ്റ് കായൽ ഓടിക്കാൻ തുടങ്ങും. 10-30 കായൽ ഒരുപോലെ ഓടിപ്പറ്റുമോ. ആ സമയത്ത് നമുക്ക് വരാലിനും വിലക്കുറവായിരിക്കും. ഇതൊക്കെ നമ്മുടെ കക്കാവാരം അല്ല, ഇത് ചൂണ്ടയിടുന്ന അണ്ണനാ കേട്ടോ. ചൂണ്ടയിടുക, കരിമീന് വേണ്ടി ചൂണ്ടയിടുക. നമ്മളൊരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ ഈ കായലിനകത്തൊക്കെ ആയിരിക്കും കേട്ടോ വരാല് പിടിക്കുന്ന ആ കായലിലൊക്കെ ആയിരിക്കും. നമ്മൾ പാടത്തൊക്കെ മോട്ടർ വെച്ച് തുടങ്ങി കേട്ടോ. ആ മോട്ടർ വെച്ച് തുടങ്ങി അത് പാടം ഓടിച്ച് പറ്റിക്കുമ്പോഴാണ് നമ്മൾ വരാലിൻ്റെ പണി നമ്മൾ ചെയ്യുന്നത്. മോട്ടറൊക്കെ വെക്കാൻ തുടങ്ങി. ഒരു കായൽ വെട്ടണമെങ്കിൽ ഇത് 6000 കേട്ടോ. ഈ നേരം 6000. അപ്പം ഈ 6000 കായൽ വെട്ടണമെങ്കിൽ 1 മാസം എടുക്കും. മഴയൊന്നും ഇല്ലെങ്കിൽ 1 മാസം കൊണ്ട് പറ്റും. കോട്ടയത്തെ പള്ളമല്ല കേട്ടോ, പള്ളം ഇപ്പറായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് കുറച്ചിങ്ങനെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടൗണിലെ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പം 24,000-ലായിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് 24,000 കായൽ. ആ മൂലയ്ക്ക് കാണുന്നത് നമ്മൾ പഴയ 14,000. കുമരകം പോണ റൂട്ടാ കേട്ടോ. അത് കുമരകം പോണ റൂട്ട്. അത് പള്ളമൊക്കെ പോണ റൂട്ടാണ്. ഇത് കാവാലം പോണ റൂട്ട്. ഇത് 24,000 തരിശിന് ചുറ്റിനും കിടക്കുന്ന പാടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രാജപുരം കായലാണ്. ആ നേരെ കാണുന്നതാണ് രാജപുരം കായൽ. ഈ പടിഞ്ഞാപ്പുറ കാണുന്ന 6000. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന, അതായത് വടക്കേ സൈഡിൽ കാണുന്നതാണ് പഴയ 14,000. പിന്നെ കിഴക്കേപ്പുറം 24,000. ഇത് 24,000-ൻ്റെ തരിശ. ഇത് കുറച്ച് അങ്ങോട്ട് മാറി
താഴെയുള്ളു വെള്ളം. അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ ഒരാൾ വെള്ളം, 1.5 ആൾ വെള്ളം. ഈ ഇത്രയും അങ്ങോട്ട് മാറി പൊക്കവാ. അവിടെയൊക്കെ ചവറ് കിടന്ന സ്ഥലമാണ്. ഹൗസ് വന്നാൽ ഒരു കാരണവശാലും ഈ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഈ കാണിക്കുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നും ഹൗസ് ബോട്ടെ വന്നാൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. മാർത്താണ്ഡ കായൽ വരെ വരുന്നത്. മാർത്താണ്ഡ കായലൊന്ന് ചുറ്റിക്കറങ്ങി, അല്ലെങ്കിൽ സീബ്ലോക്ക് കായലൊന്ന് ചുറ്റിക്കറങ്ങിയാലും ശരിക്കും അപ്പോൾ അവിടെ ടൈമാവും. അതാണ് അവർ പോണത്. നമ്മുടെ പുതിയ വല നനച്ചിട്ടുണ്ട്. പുതിയൊരു വല പണിത് ആ വലയൊക്കെ അപ്പൻ്റെ ഒരു തടവല കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് കൊണ്ടുവന്ന തടവല. ആ തടവലയിൽ അങ്ങനെ അങ്ങോട്ടും പോകും, ഇങ്ങനെ അങ്ങോട്ടും പോകും. ഒരു ടൈമിൽ അവിടെ വല വെക്കുന്നുണ്ട് കേട്ടോ. അല്ല അങ്ങ് വല വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ചവറെല്ലാം അടിച്ച് നമുക്ക് വെളിയിൽ കളയണ്ടല്ല. നമ്മളെ ഈ പൂവെന്ന് പറയുന്നത് ഇത് ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഇത് കൂമ്പിപ്പോകും. ആമ്പ ഈ പുറത്തേക്കുന്ന ആമ്പ അതൊന്നും ആരാവാ. ഈ 3 എണ്ണം ഞാൻ ചെത്തി വിട്ടിട്ട് ആരും വന്നിങ്ങനെ ഇല്ലെങ്കിലേ അത് കണ്ടോ. നമ്മൾ ഇതിൻ്റെ അടി ഇളക്കാൻ പോകും. ഈ വല നമ്മൾ ഇങ്ങനെയുള്ള വല വലിച്ച് നേരെയാക്കി നമുക്ക് ഈ വല ഈ വല നമ്മൾ ആ വല ഈ വല ഒഴിവാകും. വല്ലപ്പം കൂട്ടിക്കെട്ടി ഇട്ട ഇവിടെ താരത്തില്ലെന്ന് തോന്നില്ലപ്പം. ചെമ്മീൻ ഈ വല വന്ന് തട്ടുന്നുണ്ട്. ചെമ്മീൻ വല മൊത്തം അറിഞ്ഞ് ഉടക്കി കിടക്കും. നമ്മളെ ഈ വല ഇങ്ങനെ വെച്ചിട്ട് ഈ വല കയറ്റി ആ വലയായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഇങ്ങനെ ഒട്ടിക്കണം. എന്തോ ചാടി വീണ്
ഇവിടെ ഇളക്കിക്കോ. കരിനന്ദൻ ഇതിൻ്റെ അകത്തും ലാഭിച്ച് കരിനന്ദന കൈ പിടിക്കാൻ മതി. പൊടിമീൻ്റെ ബഹളം. അയ്യോ കരിനന്ദൻ കയ്യെ കൊള്ളുന്നുണ്ടോ? ഇതുണ്ട് നമ്മളിവിടെ അറിഞ്ഞൽ എന്ന് പറയും കേട്ടോ. ഇത് കടലിലെ കറക്റ്റ് കരിനന്ദൻ തന്നെയാണ്. പരല് ഇളക്കി വിടും. ഭയങ്കര കട്ടിയപ്പോൾ ഇത് വലിക്കാൻ നേരത്ത് ഇതില്ല. എല്ലാത്തിൻ്റെ മുള്ള് നമ്മുടെ കയ്യെ കയറും. എന്താ അപ്പോൾ വലിക്കട്ടെ? അപ്പോൾ ചെമ്മീനാടിപ്പോയ വലിയ അറിഞ്ഞില്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തെളിവ് വലയാണെങ്കിൽ തെളിവ് വലയൊന്ന് ഊരിപ്പോണതാണ്. അങ്ങോട്ട് ആ മടലൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ മടല് അങ്ങോട്ട് കാട്ടിനപ്പം ഇങ്ങോട്ട് വരത്തില്ലേ? കുഴഞ്ഞു വരുന്ന വായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിക്കവരും വിചാരിച്ചിരിക്കുന്നത് എല്ലാം അടിച്ച് വിറ്റായിട്ടായി. ആദ്യം മുതൽക്കേ കാണുന്നവർക്കൊക്കെ എന്നെ അറിയാം. ഈ ആദ്യമായിട്ട് കാണുന്നവർക്ക് കമൻറ്റ് ഇടും. അപ്പോൾ വിൽക്കാണല്ലോ മുറുക്കാൻ വായി കിടക്കുന്നുണ്ട്. വേറെ സൗണ്ട് മാറുന്നതിൻ്റെ കാറ്റിങ്ങോട്ട് നല്ല ഇതുണ്ട് കേട്ടോ. കാറ്റിങ്ങോട്ട് അടിച്ചാൽ ഇങ്ങോട്ട് തന്നെ പോകണം വരുന്നു. പള്ളത്തിൽ വേറെ ചാടിക്കിടക്കും. എവിടെ അവിടെ അങ്ങ് അവിടോട്ടിടാം അല്ലേ? കിടന്നു പോത്തില്ലല്ലോ അല്ലേ? വിട്ടേട്ടാ അടിച്ചടിച്ച് അവിടെ കിടന്നു പോകും. ആ കരിമീൻ വെള്ളത്തിൽ അക്വേറിയത്തിലിടാൻ പറ്റിയ സാധനം. അക്വേറിയത്തിനകത്തൊക്കെയാണ് മുള്ള. ഇത് മുള്ളുള്ളതാണ്. മുള്ള അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചോ. നമ്മുടെ പണ്ട് എളുവായതുകൊണ്ട് ഈ മേലുള്ള
നല്ല മൂല ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ മുറിഞ്ഞപ്പ ഒരു കുറുവ. നമ്മളിപ്പം പണിത വല കുഴപ്പമില്ല, ശകലം ഉള്ളൊക്കെ ശകലം ഉണ്ട്. ചൂടി ചൂടി ഓ ഒരു കൊഞ്ച് നല്ലൊരു കൊഞ്ചാട്ടാ അത് അല്ലേ. അപ്പം അവിടോട്ടാണ് കേട്ടോ നല്ല ഒരു കരിമീനാണ്. ഇതെന്നെടുക്കാനാ കുറഞ്ഞൊരു 5 കിലോ എന്നാ. അപ്പം അങ്ങോട്ടാ ആകെ. അപ്പം അങ്ങോട്ട് പോയി. ഇനി ഞാൻ ഇങ്ങോട്ട് വലിച്ചോളാം. കൂട്ടി വെച്ചേച്ചു ചെമ്മീനും പൊടിമീനും ചെമ്മീൻ ചേറുമീനൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചേറുമീനൊക്കെ ഉണ്ടോ? അതുണ്ടല്ലേ. ഉണ്ട്. അത് വലിക്കുന്ന ആടി ഒന്നും ഒറ്റ കരിമീൻ കാണുന്നുണ്ട്.
മീനാണോ അപ്പം? ആ പൊക്കി തന്നെ വെച്ചു. നമ്മുടെ അപ്പൻ്റെ മുട്ടെന്ന് പറഞ്ഞാൽ ആ ചേർന്ന് കറക്റ്റായിട്ട് രണ്ടെണ്ണം നമ്മുടെ മുട്ടയിലുണ്ട്. എങ്ങനെയാ തുറക്കുന്നത്? അപ്പം പിടി, അപ്പം പിടിച്ചോ. പിടിച്ചോ. മാറ്റണം, വല മാറ്റണം. അവൻ അഹങ്കാരിയാണല്ലോ. അപ്പം പിടിച്ചോ. നീ ഇങ്ങോട്ട് കുടഞ്ഞിട്ടോ. എന്താ മഞ്ഞപ്പൊടി അല്ലേ? ഇല്ല, കാണുന്നില്ല. കുറുവയില്ല, തൂളിയില്ല. അപ്പൊ ചാത്തിയല്ലായിരുന്നു അപ്പൊ ചാടിയത്? ചാത്തിയായിരുന്നോ ചാടിയത്? അല്ലായിരുന്നു. ഒന്നാമത് കരിമീൻ്റെ കുഞ്ഞാതെ വലിയ ഐറ്റം തീർന്നു. അണ്ണ വലിയ ഐറ്റം ഇത് കെട്ടി മാറ്റിയേക്കട്ടെ കേട്ടോ. ഇത് മാറ്റും.